എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് PV അൻവർ MLA ചുങ്കത്തറ CHCയിൽ ഡയാലിസിസ് സെന്ററിന്റെ 4ാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ MLA മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും കാലം ADGPയെ സസ്പെൻഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ താൻ ഇപ്പോൾ അജിത് കുമാറിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ADGP RSS നേതാക്കളെ കണ്ട സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 2024 ഏറ്റവും വലിയ തമാശയെന്ന് MLA ഇന്ന് 11 മണിക്ക് പറഞ്ഞു. അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ. അല്ല, പിന്നെ എന്തിനാ അന്വേഷണം? എന്തിനാണ് അല്ല എന്തിനാ അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ, ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ. പിന്നെ അതിന്റെ മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാണ്. അല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അത് അറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് അറിയണം. അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണേ? ഈ RSSന്റെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പോ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ. ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാന്നാ പറഞ്ഞു. പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം. അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ. ചോദിക്കാൻ അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA. ഞാൻ നടപടി വേണമെന്നൊക്കെ വിഷ്വൽസ് കൂടി പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അനലറ്റിക്സ് ആയിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ, അവരോടൊപ്പം വന്നിറങ്ങുന്നതിന്റെയും അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSരെ കണ്ടോന്നല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യല്ലേ. പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ? ലിവ് ഇറ്റ്. ജനങ്ങൾക്ക് വിട്ടെടുത്ത് അതെനിക്കറിയില്ല. അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ. അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇന്നലെ EP പറഞ്ഞില്ലേ, എന്തോ ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് എനിക്കറിയില്ല. EP എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു ഞാൻ EP പറഞ്ഞ കാര്യം സഹോദര പറഞ്ഞത്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. അത് ADGP അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യല്ലേ. എന്ത് വിമർശനമല്ലല്ലോ. അയാളെ ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷൻ അല്ല. ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മാറ്റി നിർത്തണമെന്നാ. അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ താഴെ ഇറക്കണം. അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ. അത് ജനങ്ങൾക്ക് അറിയാം. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം. അവിടെ ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം. ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം. അയാളെ ഡിസ്മിസ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ക്രിമിനലാണ്, നൊട്ടോറിയസ് ക്രിമിനൽ. ഒരു തർക്കമില്ല.
ഇത് പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം MLA ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ, ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിന് ഈ കാര്യം പറയാൻ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.